ഉപ്പിലേക്ക് ഉപ്പൊക്കെ കലക്കി അപ്പൊ എല്ലാം കലക്കി അവന് കൊടുത്തു. അവൻ എന്നിട്ട് ഗൈസ് അവസാനം ഒരു കുഞ്ഞു തുപ്പിൽ ഉപ്പി. പക്ഷെ ഞാൻ ഉണ്ടാക്കിയെന്ന് ഓർത്ത് മനസ്സ് കാരണം മൊത്തം കുടിച്ച് തീർത്ത്. ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ നിങ്ങൾക്ക് റിയലി അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഗൈസ്. നമ്മൾ ജോസഫിനെ പ്രാങ്ക് ചെയ്യുവാണെങ്കിൽ റിയലി ജോസഫിനെ അറിയത്തില്ല നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നു. നമ്മുടെ വീടിൻ്റെ മുകളിൽ നമ്മുടെ ജോസഫ് ഇമ്മച്ചാനി നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവനെ ഇപ്പോൾ കാണാനില്ല. അവനിപ്പോൾ അതിന് മുകളിൽ ഉണ്ടോണ്ടായിരുന്നു ചേടാ. വ്യാപാരം സമയത്ത് മാത്രം കാണത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ കടയിലൊക്കെ പോയിട്ട് എല്ലാം റെസ്റ്റിനൊക്കെ പിടിച്ചോണ്ട് അപ്പോൾ ഗൈസ് എന്താണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ജോസഫ് അവിടെ നിന്ന് മുകളിൽ കളിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കി അതിൻ്റെ പതിനെ പോകും. നീരിട പൊട്ട മതിയായിരിക്കുമല്ലോ ഗൈസ്. ആർക്കെങ്കിലും അറിയുന്നുണ്ടാക്കാൻ. അവൻ പറഞ്ഞേക്കുന്ന അവന് മാംഗോയും എനിക്ക് ലെമണുമാണ് വേണ്ടതെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഗൈസ് അവനെ ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. രണ്ടും സെയിം ആണ്. എന്തെങ്കിലും ഒന്ന് പറ്റിക്കണ്ടേ എന്നിട്ട് തന്നെ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത സാധനം എടുക്കാം. എന്നെ ഇന്ന് അടുത്തത് എടുക്കണ്ട. നമുക്ക് 2 ഗ്ലാസ് എടുക്കണം. അങ്ങനെ 2 ഗ്ലാസ് കഴിക്കണം. ജോസഫിന് മഞ്ഞപ്പൊടി അതൊക്കെ എടുക്കണം. ഓക്കെ സെറ്റ് ഗൈസ്. എനിക്ക് തന്നെ ഒരു തെറ്റ് പറ്റി ഗൈസ്. ചെറിയ തെറ്റ് പറ്റി. എനിക്ക് വേണ്ടിയുള്ള ഗ്ലാസ് കൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു. പക്ഷെ ഇത്തിരി ഇട്ടുള്ളൂ. പിന്നെയാണ് ഗൈസ് ഓർമ്മ വരും. അപ്പം എനിക്ക് ഉള്ളത് ഇതിനകത്ത് ഒഴിക്കും. ജോസഫിനുള്ളത് അത് ഒഴിക്കാം. പ്രശ്നം മോനെ പിന്നെ കുറവാണല്ലോ ഗൈസ്. എനിക്ക് ഇത്രയും വേണ്ട. ഇവനാണെങ്കിൽ ബാക്കിയെല്ലാം വേണ്ട ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടാൻ പോവാം. പെട്ട അത്രയും വേണമെന്നോ അതൊക്കെ ഇനി ഇത്തിരി ജ്യൂസ് മാമ ജ്യൂസ് എൻ്റെ പൊന്നെ ഗൈസ്. ജോസഫ് മുകളിൽ കളിക്കുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ഇതിനകത്ത് ഇത്തിരി മുകൾപൊടി എൻ്റെ അകത്ത് ഇത്തിരി പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും പ്രശ്നമില്ല. ഞാനാണെങ്കിൽ ജോസഫിൻ്റെ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഗൈസ് സെറ്റായിട്ട് തോന്നുന്നു. നമുക്ക് ഇനി ഒരു ഉപ്പും കൂടി എടുക്കേണ്ടി വന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഉപ്പിടാൻ പോകുന്നു ഇതിനകത്തോട്ട്. ഇതൊക്കെ സെറ്റാക്കണം. ജോസഫിൻ്റെ ഒരു പാഠം പഠിപ്പിക്കും. ഇത്ര ഉടുപ്പ് വേണോ ഇട്ടേക്കാം ഗൈസ്. പണിയാവോ ഗൈസ്. നെൽപുട്ട് മധുരമായിരിക്കുന്നു. ജോസഫിനെ മാംഗോയും കൊണ്ട് മാംഗോയുടെ കളർ, പിന്നെ എനിക്ക് ലെമണയും കൊണ്ട് ലെമണിൻ്റെ കളർ. ഇങ്ങനെ ഇത്ര മാറ്റങ്ങൾ. എൻ്റെ ഇതിൽ പഞ്ചസാര ഇടാൻ പോണത്. അവൻ്റെ ഇതിൽ ഉപ്പിട്ട് കഴിഞ്ഞു എല്ലാം സെറ്റാക്കി. പോട തേങ്ങ എൻ്റെ കൈ മൂത്താക്കേണ്ടി വരും. മതി. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ നേരം നടക്കാം. അപ്പോൾ ഞാൻ മുകളിലേക്ക് പോയിട്ട് ഇത് ജോസഫിനെ കൊടുക്കുമ്പോൾ കാണിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ജോസഫിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ സാധനം റെഡി ആയിട്ട് നമ്മുടെ നല്ല ജ്യൂസ് റെഡി ആയിട്ട് ജോസഫ് ബാസ്കറ്റ്ബോളൊക്കെ കളിക്കുന്നു. ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് ഇതാ നല്ല ജ്യൂസാണ്. ഒറ്റ കുടിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നല്ല ടേസ്റ്റാണോ ഗൈസ്? അപ്പം ഞാൻ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. സൂപ്പറാ ഗൈസ്. ഇതിനെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഞാൻ ഒന്നും കൂടെയും കുടിച്ച് നോക്കട്ടെ. ഒറ്റ കുടി കുടിക്കും ഗൈസ്. കുടി സൂപ്പറായിരിക്കും. ഇങ്ങോട്ട് തുപ്പാൻ കിട്ടിയുള്ളൂ. അയ്യേ എന്നെ തുപ്പാറയോ? പട്ടി പോലെ അടുത്തൊരു സൈക്കോ വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് ഞാനും ജോസഫും കുടിച്ചത് പാത്രം. അപ്പോൾ ഗൈസിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. യെല്ലോ വൈറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ഓൾ നോട്ടിഫിക്കേഷൻ ഡാൻസ് കളിക്കാൻ
വാ ദൃഷ്ടി ഒറ്റ വലി കുടിക്കും. ഓ ജോസഫ് കുടിക്കുന്നു. കിട്ടിയില്ല. I play with an angel. I'm grateful. Thank you for the